أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയുടെ 7-ാമത്തേതും അവസാനത്തേതുമായ ആയത്താണ് പാരായണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് പാത്രമായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല. സൂറ ഫാത്തിഹയുടെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ദർസിൽ മൂസാ നബിയുടെ സമൂഹത്തിന് നൽകപ്പെട്ട 3 തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യന് ലഭിക്കാവുന്ന ഈ 3 തരം അനുഗ്രഹങ്ങളും പരിപൂർണമായ നിലയിൽ ബനൂ ഇസ്രായേലിന് നൽകപ്പെട്ടിരുന്നു. ഇവിടെ ഈ ആയത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതിനോടൊപ്പം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് ചേരുമ്പോൾ ഈ ദുആയുടെ വ്യാപ്തി വർദ്ധിക്കുന്നു. അഥവാ ഈ പദങ്ങൾ ഒരു മുസ്ലിമിനെ നിശ്ചിതമായ ഒരു ലക്ഷ്യം ആവശ്യപ്പെടുന്നതിനല്ല നിർദ്ദേശിക്കുന്നത്, മറിച്ച് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയ ആളുകൾക്ക് നൽകപ്പെട്ട, അവർ നേടിയെടുത്തിട്ടുള്ള ഹിദായത്തിൻ്റെ വഴികളും അധ്യാപനങ്ങളും ദിവ്യജ്ഞാനത്തിനുള്ള മാർഗങ്ങളും വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത്രയും ഉന്നതമായ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനോട് ഒരു വലിയ ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ അധ്യാപനങ്ങൾ നിലനിൽക്കെ മുസ്ലിങ്ങൾക്ക് വ്യക്തിപരമായ പുരോഗതിക്കുള്ള സർവ്വമാർഗങ്ങളും തുറക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് മറ്റൊരു തെളിവിൻ്റെയും ആവശ്യം തന്നെയില്ല. എന്നിരുന്നാലും മുസ്ലിങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന നിരാശ കാരണം ഈ ആയത്തിൽ പറഞ്ഞ നേരായ മാർഗം തേടുക എന്നതിന് വിശുദ്ധ ഖുർആൻ എന്തർത്ഥമാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സൂറത്ത് നിസായിൽ അള്ളാഹു പറയുന്നു: വമൻ യത്തിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. ആര് അള്ളാഹുവിനെയും ഈ ദൈവദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള പ്രവാചകന്മാർ, സിദ്ദീഖുമാർ അഥവാ സത്യാത്മാക്കൾ, ഷഹീദുമാർ അഥവാ രക്തസാക്ഷികൾ, സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ സൽവർത്തന്മാർ എന്നിവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. ഏറ്റവും നല്ല കൂട്ടുകാരത്രേ അവർ. ഈ ആയത്തിൽ മുസ്ലിങ്ങൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. ഇത് സൂറ ഫാത്തിഹയിലെ അതേ പദങ്ങളിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. നേരായ മാർഗം എന്നത് അനുഗ്രഹം നൽകപ്പെട്ടവരുടെ മാർഗം ആണെന്ന് ഇവിടെ വിവരിക്കുന്നു. അനുഗ്രഹം നൽകപ്പെട്ടവർ ആര് എന്ന് അള്ളാഹു പറയുന്നു: അവർ നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരാണ്. അഥവാ ഈ ഉമ്മത്തിന് സൂറ ഫാത്തിഹയിലൂടെ ഏതൊരു ഉന്നതമായ പദവികളാണോ ആവശ്യപ്പെടാൻ കൽപ്പിച്ചിരിക്കുന്നത്, അത് ആത്മീയമായി ഏറ്റവും ഉന്നതമായ പദവികളാണ്. ഈ പദവികളെല്ലാം മുസ്ലിങ്ങൾക്ക് ലഭിക്കും എന്ന് അള്ളാഹു പറയുന്നു. ഈ അവസരത്തിൽ ചില ആളുകൾ പറയുന്നു, ഇവിടെ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം എന്നാണ്, അതായത് അനുഗ്രഹിച്ചവരോടൊപ്പം ആണ്, അല്ലാതെ അനുഗ്രഹിച്ചവരിൽ എന്നല്ല എന്ന്. എത്രമാത്രം ബലഹീനമായ ഒരു ആരോപണമാണിത്. ഇവിടെ മഅ എന്ന പദം കേവലം പ്രവാചകന്മാരോട് മാത്രം ചേർത്തല്ല പറഞ്ഞത്. അങ്ങനെ നബിമാരോട് മാത്രം ചേർത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ പറയാമായിരുന്നു, ഈ ഉമ്മത്തിലുള്ളവർ പ്രവാചകന്മാരാവുകയില്ല, എന്നാൽ പ്രവാചകന്മാരോടൊപ്പം ഉണ്ടാകും. പക്ഷെ വിശുദ്ധ ഖുർആൻ മഅ എന്ന പദം അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം ആണ് പറഞ്ഞത്. മഅ ചേർത്തു പറഞ്ഞ അനുഗ്രഹങ്ങൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നും, മറിച്ച്
അവരുടെ മഅയ്യത്ത് അഥവാ സ്ഥാനം കൊണ്ട് അവരുടെ സാമീപ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുമാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ ആ അർത്ഥത്തെ വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും ബുദ്ധി പോലും നിരാകരിക്കുന്നു. കാരണം ഇവിടെ അനുഗ്രഹം ലഭിച്ച ആളുകൾ ആരെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് 4 കൂട്ടരെ പരാമർശിക്കുന്നു: നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. മഅ എന്ന പദത്തിന് കേവലം കൂടെ എന്ന് മാത്രമാണ് അർത്ഥമെങ്കിൽ ഈ ഉമ്മത്തിൽ നബിമാരുണ്ടാവുകയില്ല, അവരുടെ കൂടെ കഴിയുന്നവരെ ഉണ്ടാവുകയുള്ളൂ. ഈ ഉമ്മത്തിൽ സിദ്ദീഖുമാർ ഉണ്ടാവുകയില്ല, അവരുടെ കൂടെ കഴിയുന്നവരെ ഉണ്ടാകൂ. ഈ ഉമ്മത്തിൽ ശുഹദാക്കൾ ഉണ്ടാവുകയില്ല, അവരോടൊപ്പം നിൽക്കുന്നവരുണ്ടാകും. സാലിഹീങ്ങൾ ഉണ്ടാവുകയില്ല, അവരുടെ കൂടെയുള്ളവരുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉമ്മത്തിനെയും ഇതിൽ പരം എങ്ങനെ അവഹേളിക്കാനാണ്? കാരണം ഈ ഉമ്മത്തിൽ നബിമാരുമില്ല, സിദ്ദീഖുമാരുമില്ല, ശുഹദാക്കളോ സാലിഹീങ്ങളോ പോലും ഉണ്ടാവുകയില്ലത്രേ. ചിലർ ചോദിക്കുന്നത്, നുബുവത്ത് എന്നത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഔദാര്യമാണ്, അതിനുവേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഉത്തരം, ഒരാളും തന്നെ നുബുവത്തിനായി ദുആ ചെയ്യുന്നില്ല എന്നതാണ്. ഇവിടെ അള്ളാഹുവിനോട് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്നതാണ് പ്രാർത്ഥന. പിന്നീട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം ആർക്ക് അവൻ ആഗ്രഹിക്കുന്നുവോ അവൻ നൽകുന്നതാണ്. അള്ളാഹു അഅ്ലമു ഹൈതു യജ്അലു റിസാലത, ആരെ പ്രവാചകനാക്കണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അബൂജഹലിന് നുബൂവത്ത് ലഭിച്ചില്ല? എന്തുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ചു? അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുഗ്രഹം ലഭിക്കുന്നതിനും അതിനെ ആകർഷിക്കുന്നതിനും ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എനിക്ക് നുബൂവത്ത് നൽകണമെന്ന് ഒരു മുഅ്മിനും ദുആ ചെയ്യുന്നില്ല. ആത്മീയ കാര്യങ്ങളിൽ എന്നല്ല, ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഇത്തരത്തിൽ ഒരു പ്രത്യേക പദവിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അനിഷ്ടകരമായി മനസ്സിലാക്കുന്നു. കാര്യമായി വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു ആശാരി എന്നെ കോളേജിലെ പ്രിൻസിപ്പളാക്കണമെന്ന് ദുആ ചെയ്യാൻ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വികലാംഗനായ ഒരു വ്യക്തി തനിക്ക് പട്ടാളത്തിൻ്റെ കമാൻഡറാകണം എന്ന് ദുആ ചെയ്യുകയാണെങ്കിൽ ഇത് എത്രമാത്രം വ്യർത്ഥമായ ദുആ ആയിരിക്കും. ദുആകളുടെ സ്വീകാര്യത അവസ്ഥകളെയും സാഹചര്യങ്ങളെയും അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒരു മുഅ്മിനും തന്നെ ഏതെങ്കിലും പ്രത്യേക ആത്മീയ പദവി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നില്ല. അത് ശരിയല്ല. നുബുവത്ത് എന്നത് പോയിട്ട് സിദ്ദീഖാക്കണമേ, ഷഹീദാക്കണമേ, എന്നെ സ്വാലിഹാക്കണമേ എന്ന് പോലും ദുആ ചെയ്യുന്നത് അനിഷ്ടകരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇഹ്ദിനാ, ഞങ്ങളെ നേർമാർഗത്തിലാക്കണമേ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇഹ്ദിനീ, എന്നെ നേർമാർഗത്തിലാക്കണമേ എന്നല്ല പഠിപ്പിച്ചത്. ഇവിടെ ബഹുവചനത്തിൽ പറയുന്നതിലൂടെ ആ സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്കാണ് സൂചന നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിനങ്ങളിൽ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.